ഹായ് ഹലോ മുത്തുമണീസ്, എല്ലാവർക്കും വലിയൊരു നമസ്കാരമുണ്ട്. ഇന്ന് ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് കരുതി അതിന് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നേരമായിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ കട്ട പോസ്റ്റായിട്ട് നിൽക്കുകയാണ് മുത്തുമണികളെ. ബസ്സൊന്നും ഇതുവരെ വന്നില്ല. അപ്പോൾ ബസ്സിനകത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് ബസ്സിൽ പോകാമെന്ന് കരുതി എനിക്കൊരു അത്യാവശ്യ കാര്യം ചെയ്യാനുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ RC ബുക്കിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യണം. അപ്പോൾ അക്ഷയയിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ബസ്സിനകത്ത് നിൽക്കുകയാണ്. കുറേ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ബസ്സുകളൊന്നും വന്നില്ല. നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട്. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അങ്ങനെ ഞാൻ ഒരു കടയിൽ സൈഡിനായിട്ട് കയറി നിൽക്കുകയാണ്, വെയിൽ കൊള്ളാതെ. ഞാൻ കറുത്ത് കിരിവാളിച്ച് പോയി. അങ്ങനെ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ബസ്സൊന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ ചൂടെടുത്തിട്ട് എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് വരാനുണ്ട്. അപ്പോൾ അവർ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വരുന്ന ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ബസ് വരുന്നു മുത്തുമണികളെ. അപ്പം എനിക്കുള്ള ബസ് ഇതാ വന്നെത്തിക്കഴിഞ്ഞു. ടാറ്റാ. ഞാൻ ബസ്സിൽ കയറി. കുറേ നാളായി ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ട്. അപ്പം അതിൻ്റെ ഒരു ത്രില്ലിലിരിക്കുവാണ്. ഈ ബസ്സിൽ തന്നെയാണ് കസിൻസ് കയറിയിട്ടുള്ളത്. അവർ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. എനിക്കാണെങ്കിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതിനകത്തും പാട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു രസമാണ് ബസ്സിലിരുന്ന് യാത്ര ചെയ്യാനായിട്ട്. പാട്ടൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മൂഡ് ഓഫാണ്. ഇല്ലെങ്കിൽ നല്ല ജോളിയായിട്ട് എൻജോയ് ചെയ്ത് ബസ്സിലിരിക്കും. അങ്ങനെ ഞാൻ വീഡിയോ ഇരിക്കുന്നുണ്ട്. അപ്പുറത്തിരിക്കുന്ന ചേച്ചിമാരൊക്കെ എന്നെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്, എന്തോ കാണിക്കുന്നത്. ആ കസിൻസ് ഇതാ അവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ അവളുമാരെ മാടി വിളിക്കുകയാണ്, ഇങ്ങോട്ട് നോക്കൂ ഞാൻ വീഡിയോ എടുക്കുന്നെന്നും. അങ്ങനെ മാടി വിളിച്ചിട്ട് അവർ ശ്രദ്ധിച്ചില്ല. പിന്നെ എന്നെ തന്നെ കുറച്ച് ഷോയൊക്കെ കാണിച്ച് വീഡിയോ എടുത്തു. അതിനുശേഷം പിന്നെ കുറേ നേരം ഇങ്ങനെയൊക്കെ നോക്കി, അങ്ങോട്ട് നോക്കി സ്റ്റൈലൊക്കെ നോക്കി. നല്ല അടിച്ചു പൊളി പാട്ടാണ് ആ ബസ്സിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കാനായിട്ട്. എനിക്കാണെങ്കിൽ പാട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും. ബസ്സിൽ കുറേ നാളായിട്ട് എനിക്ക് പണ്ട് മുതലേ ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ ബസ്സിൽ ഒരുപാട് ലോങ് ആയിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. പകുതി എത്തിയപ്പോഴത്തേക്കും കുറേ വളവ് തിരിവ് ചുറ്റിക്കറങ്ങി വരുന്ന റോഡാണ് കേട്ടോ. നല്ല വളവുള്ള റോഡാണ്. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും നല്ലതുപോലെ പിടിച്ചിരുന്നില്ലെങ്കിൽ ഗൈസ് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കും. അങ്ങനെ ഞാൻ പിന്നെ ഈ കാണിച്ചു തരാതാണ്ട് ഇങ്ങനെ നല്ല വളവാണ്. അതിനുശേഷം ഞാൻ അവളുമാരെ ഫോണിൽ കോൾ ചെയ്ത് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവളുമാർ നോക്കി. പിന്നെയും നമ്മളിത് അടുത്ത ജംഗ്ഷനിലെത്തി. ഈ ജംഗ്ഷനിൽ ഒരു വലിയ ജംഗ്ഷനാണ്, അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ കാഴ്ചകൾ. ഇനി ഇവിടെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അങ്ങോട്ട് ബസ് ഇട്ടിരിക്കും. അതിനുശേഷം ബസ് എടുക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി അക്ഷയയിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ എൻ്റെ കസിൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അക്ഷയയിൽ. അങ്ങനെയാണ് ഇവിടെ തന്നെ വന്നത്. അങ്ങനെ അവളുടെ പരിചയത്തിൽ വന്നതാണ്. സ്റ്റെപ്പ് കയറി ഞാൻ മുകളിൽ വന്നു. ഭയങ്കര ചൂടും വെയിലും ആയിരുന്നു. വെയിലൊക്കെ കൊണ്ട് പൊള്ളി ഒരു പരുവായിട്ടാണ് ഞാൻ കയറി വന്നത്. ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മുന്നേ വന്നവരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം എനിക്കുള്ള ടൈമായി. അങ്ങനെ ഞാൻ എണീച്ച് അവിടെ നിൽക്കുകയാണ്. എൻ്റെ RC ബുക്കും ആധാറുമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് രണ്ടും കൊടുത്തിട്ട് ലിങ്ക് ചെയ്യണം. അതായത് ഫോൺ നമ്പർ അതിൽ ലിങ്ക് ചെയ്യണം, ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്കിപ്പം എൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ പറ്റാതിരിക്കുകയാണ്. അപ്പം ഇത് ഫോൺ നമ്പർ ഒന്ന് ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ, RC ബുക്കിൽ ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പൊല്യൂഷൻ്റെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ പുതിയൊരു നിയമം ഇപ്പോൾ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഞങ്ങൾ അക്ഷയം തിരിച്ചിറങ്ങി തിരിച്ച് ബസ്സിൽ കയറിയ ഒരു സീനാണ് ഈ കാണുന്നത്. നല്ല കാറ്റ്, സൈഡ് സീറ്റ്, നല്ല പാട്ട്. അങ്ങനെ ഈ സൈഡ് സീറ്റിൽ ഇരിക്കാൻ ഒരു പ്രത്യേക ഒരു ഇതാണ്, ഫീലാണ്. അങ്ങനെ നമ്മൾ ഏതോ ഒരു ജംഗ്ഷനിലെത്തി. പിന്നെ അവിടെ നിന്ന് ആളിനെയൊക്കെ ഇറക്കി കയറ്റി. പിന്നെ ബസ് എടുത്തു. അങ്ങനെ ഞാനിങ്ങനെ വീണ്ടും ബസ്സിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെയിൽ കൊണ്ട് കരിഞ്ഞൊരു പരുവായിരിക്കണം മുത്തുമണി. രാവിലെ ഇറങ്ങിയതാണ്. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു സൈഡ് സീറ്റിൽ.
എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി എന്നുള്ള തിടുക്കത്തിൽ വരുവാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്, രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോയത്. അപ്പം അതിൻ്റെ ഒരു വിശപ്പും ചൂടും എല്ലാം കൂടെ കൊണ്ട് ഞാൻ ഒരു പരുവായിട്ടാണ് ബസ്സിലിരിക്കുന്നത്. മുത്തുമണി സംഗത ഞങ്ങളുടെ ജംഗ്ഷൻ എത്തി, ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തി, ഞങ്ങൾ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി. അവിടെ കയറിയിട്ട് അവളുമാരെന്തോ ഡ്രിങ്ക്സോ എന്തൊക്കെയോ ലേസോ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു. അപ്പം എൻ്റെ നോട്ടം അതിലൊന്നുമല്ല, നല്ലതുപോലെ വിശന്നിരിക്കുന്നുണ്ട്. ഞാനും ഒരു ഡ്രിങ്ക്സ് മേടിച്ചു, പിന്നെ എന്തോ കേക്കോ അങ്ങനെ എന്തോ സംഭവം കൊണ്ടൊക്കെ മേടിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് സാധനം ഇവിടെ ഇത്ര ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതായത് ഈ ഷോപ്പിൽ കയറി. അപ്പോൾ അങ്ങനെ എന്നിട്ട് കുറച്ച് എന്തൊക്കെ മേടിക്കണം എന്നുള്ളത് ഞാനിങ്ങനെ പരതുകയാണ്, എന്താണ് മേടിക്കാനുള്ളതെന്നുള്ളത്. വിശപ്പ് കാരണം എനിക്ക് എന്തൊക്കെ മേടിക്കണമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ കേക്കും ഡ്രിങ്ക്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു വെള്ളം വാങ്ങി, പിന്നെ ഒരു കേക്ക് മേടിച്ചു. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള റോഡിലെത്തി. അങ്ങനെ അവിടെ നിന്നുള്ളൊരു സീനാണിത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ടാണ് കേട്ടോ കഴിച്ചത്. ഏകദേശം വീടെത്താറായി. എന്നാലും എനിക്കാണെങ്കിൽ ഭയങ്കര ചൂടായതുകൊണ്ട് എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ വേഗം വീട്ടിലെത്തിയാൽ മതി, ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ള വെപ്രാളത്തിൽ വരുവാണ്. മേടിച്ച വെള്ളവും മറ്റേ കേക്കും ഒക്കെ കഴിച്ചു, പിന്നെ ലൈസൊക്കെ കഴിച്ചു. അപ്പം ഇത്തിരി ഒന്ന് ശമനം കിട്ടി. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിടുകയാണ്. അപ്പം മുത്തുമണീസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ മുത്തുമണീസ്.